മിസ്റ്റർ സാർ ബഹുമാന്യനായ പ്ലീസ് പെട്ടെന്ന് കുറച്ച് പറയാനുണ്ട് സർ. ബഹുമാന്യനായ ശ്രീ കെ ബാബു അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ലെന്നൊക്കെ വാർത്തകൾ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവും പ്രഖ്യാപിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് ഉറപ്പായപ്പോൾ 2 ദിവസം അദ്ദേഹത്തിനൊരു സമാശ്വാസ സമ്മാനം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇന്ന് സഭ തീരുകയാണ് എന്നാണ്. സർ, ആരാണ് തീരുമാനിച്ചത് ഇന്ന് സഭ തീരാൻ പോകുന്നു എന്നത്? അല്ല, ബഹുമാന്യനായ ശ്രീ കെ ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ ശ്രീ കെ ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് സർ. അതുകൊണ്ടാണ്, കാരണം അവർക്ക് ഈ സഭയിൽ സർക്കാരിനെതിരെ ഒരു കാതലായ പ്രശ്നവും ഉയർത്താൻ പറ്റുന്നില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ജനകീയ പ്രശ്നവും ഉയർത്താൻ അവർക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലായി ഇതുപോലൊരു ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ പ്രതിപക്ഷം. ഈ പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ഇറങ്ങിയാണ്. ചട്ടം 50 പ്രകാരമുള്ളൊരു നോട്ടീസ് ഇവർ തന്നിട്ട് കാലം എത്രയായി സർ? എത്ര കാലമായി? നേരെ വെല്ലിലിറങ്ങുകയാണ് സർ. നിയമസഭയിൽ വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ആഴക്കിണറ്റിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ഇവിടെ ബഹുമാന്യനായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞത്. സർ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു അവിശ്വാസ പ്രമേയം ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാത്തത്? അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താണ്? ഈ സർക്കാരിനെ അവിശ്വസിക്കാൻ ഒരു കാരണവുമില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ ഈ സർക്കാരിനെ അവിശ്വസിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഒരു അവിശ്വാസ പ്രമേയം പോലും നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ പ്രതിരോധത്തിലായ നിരായുധരായ പ്രതിപക്ഷമായിട്ടാണ് നിങ്ങൾ ഈ സഭ പിരിയുമ്പോൾ തലകുനിച്ചിറങ്ങി പോകേണ്ടി വരിക ഇവിടെ നിന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്നാണ് 5,364,000 വീടുകൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. സർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏത് കാലത്തുണ്ടായിട്ടുണ്ട്? സർ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്? 20,000 കോടി രൂപയാണ് 5 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവർക്ക്, തലയ്ക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി കഴിഞ്ഞിരുന്ന ആളുകൾക്ക് സുരക്ഷിതമായ വീടൊരുക്കാൻ ഈ സർക്കാർ ചെലവഴിച്ചത്. അതാണ് സർ ഇടതുപക്ഷത്തിന്റെ ബദൽ മാതൃക എന്ന് പറയുന്നത്. സർ, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയൊരു സർക്കാരാണിത്. ആ സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ അവർക്ക് മുട്ടുവിറയ്ക്കും സർ, അവർക്ക് മുട്ടുവിറയ്ക്കും. ഇപ്പോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെതിരെ ഇവരെല്ലാം കൂട്ടത്തോടെ രംഗത്ത് വന്നവരല്ലേ? BJPയുടെ പ്രസിഡന്റ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് എല്ലാം. അവസാനം കേന്ദ്ര ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ പറഞ്ഞു കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന്. നാവിറങ്ങിപ്പോയോ നിങ്ങളുടെയൊക്കെ? നാവിറങ്ങിപ്പോയോ സാർ? ഇവരിപ്പോ ഒരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ്. BJPയുമായി ചേർന്നുള്ള തന്ത്രമാണ്. അമിത്ഷായാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തുടച്ചു നീക്കും. ആരാണ് പ്രഖ്യാപിക്കുന്നത്? അമിത്ഷായാണ് പ്രഖ്യാപിക്കുന്നത്. അമിത്ഷാ പ്രഖ്യാപിക്കുന്നു തുടച്ചു നീക്കും ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ ഏക ഗവൺമെന്റിനെ. അമിത്ഷയ്ക്ക് അത് പ്രഖ്യാപിക്കാനുള്ള പ്രതീക്ഷ എന്താണ്? അവർക്ക് BJPക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയിലാണോ? അല്ല. BJP എന്താണ് അവർ കണക്കാക്കിയിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിനെ ജയിപ്പിച്ച് പിന്നെ വിലക്ക് വാങ്ങാം എന്നാണ് അമിത്ഷാ കണക്കാക്കിയിരിക്കുന്നത്. സാർ, കർണാടകയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. ഗോവയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. അരുണാചൽ പ്രദേശിൽ വിജയിച്ചവരെയാണ് മൊത്തത്തിൽ വിലക്കെടുത്തത് BJP. മഹാരാഷ്ട്രയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. മണിപ്പൂരിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലക്ക് വാങ്ങിയത്. ഇപ്പോഴിതാ ബീഹാറിൽ ആകെ ജയിച്ചത് 6 MLA-മാർ, 6 പേരും ജയിച്ചവർ BJPയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വോട്ട് കൊടുത്താൽ അത് BJPക്കുള്ള നിക്ഷേപമാണ് എന്ന് അമിത്ഷായ്ക്ക് അറിയാം. ഒറ്റയ്ക്ക് BJPക്ക് വോട്ട് നേടി ഇവിടെ ജയിച്ച് അധികാരത്തിൽ വരാനാവില്ല.
അപ്പൊ കോൺഗ്രസിനെ ജയിപ്പിച്ച് ആ കോൺഗ്രസിനെ പിന്നെ BJP ആക്കി മാറ്റാനാവുമോ എന്ന ഗൂഢതന്ത്രമാണ് അമിത്ഷാ പയറ്റുന്നത്. അതിന് പലരുമായും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പുറത്തിരിക്കുന്ന പലരും ഈ ധാരണയിൽ പങ്കാളികളാണ്. അവരെല്ലാം ഊഴം കാത്തു നിൽക്കുന്നവരാണ് സാർ. ഒന്ന് വിജയിച്ച് കിട്ടിയാൽ നാളെ BJPയുടെ വള്ളത്തിലേക്ക് പോകാൻ ഊഴം കാത്തു നിൽക്കുന്നവരാണ്. അതാണ് ഈ നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്ത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സർക്കാരിനെതിരെ നേരത്തെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ 21 മന്ത്രിമാരുണ്ടല്ലോ. ഈ 21 മന്ത്രിമാർക്കെതിരായും ഒരാരോപണം പോലും ഈ കഴിഞ്ഞ 5 വർഷം ഉന്നയിക്കാൻ കഴിയാത്ത പ്രതിപക്ഷം എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് ഈ പ്രതിപക്ഷത്തെ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊരു പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം കുറെ സമയം പറയുന്നത് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞത് സാർ. ഞാൻ കഴിഞ്ഞ സഭയില് ശബരിമല സ്വർണ്ണ കേസിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കേസിൽ പ്രതിയായ ആൾക്കാർ പോയതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും കോൺഗ്രസിന്റെ നേതാവോ പ്രതിപക്ഷ നേതാവോ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സാർ കെ ബാബു ആ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ അതുപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ അധ്യയന വർഷം 3 മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സാർ മുൻപ് പാഠപുസ്തകം ഇല്ലാത്തതിന്റെ പേരിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പരീക്ഷ എഴുതുകയും തന്ത്രി വിഷയം വീണ്ടും ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അവസാനത്തെ സമ്മേളന ദിവസവും കൂടിയാണ്. എന്തായാലും പ്രതിപക്ഷം വീണ്ടും തന്ത്രിയുടെ വിഷയം തന്നെയാണ് ഉന്നയിക്കുന്നത്. പ്രതിഷേധം വീണ്ടും കനക്കുക തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇനി തുടർന്നും അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തന്നെ ഇന്നും സഭയിൽ തുടരുകയാണ്. രാവിലെ ചോദ്യോത്തരവേള തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ നിലപാട് വ്യക്തമാക്കി. സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. അതിന് കാരണമായി പ്രതിപക്ഷത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി നേതാവ്, കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി നേതാവ് കെ ബാബു പറഞ്ഞത് തന്ത്രിക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കോടതി ജാമ്യോത്തരവിൽ പറഞ്ഞത് തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരാളെ ജയിലിലിട്ടത് ശരിയായില്ല എന്നുള്ളതാണ്. തന്ത്രി അനാവശ്യമായി ജയിൽ കുടുക്കിയതിന്റെ അടച്ചതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. സർക്കാർ വിശ്വാസികൾ ജനങ്ങളോടും ഉത്തരം പറയണം. എല്ലാവർക്കും ജാമ്യം കിട്ടുന്നു, അതിലെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നാണ് കെ ബാബു ആരോപിച്ചു. തുടർന്ന് പ്രതിപക്ഷം പ്ലക്കാർഡുകളും ബാനറുകളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാൻ ആരംഭിച്ചു. പതിവ് കാഴ്ച ഇന്നും ഉണ്ടായത്. തൊട്ടു പിന്നാലെ നിയമമന്ത്രി പി രാജീവ് പ്രസംഗിക്കാൻ എഴുന്നേറ്റു. എന്തുകൊണ്ടാണ് മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കുമെതിരെ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിയാതെ പ്രതിപക്ഷം ധൈര്യമില്ലാത്തവരായി മാറി? അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തുറന്നു കാട്ടപ്പെടുമെന്ന് പ്രതിപക്ഷം നന്നായി അറിയാം. ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഒരു മന്ത്രിക്കെതിരെയും എന്തെങ്കിലും അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. അതിന് കാരണം ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒന്നും ഈ മന്ത്രിസഭയിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ സ്പീക്കറുടെ ഡയസിന് ചുറ്റും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ചോദ്യോത്തരവേള റദ്ദു ചെയ്യുകയാണ്. ഇപ്പോൾ സ്പീക്കർ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയും. 9 ബില്ലുകളാണെന്ന് പാസാക്കേണ്ടത്. 2 ധനബില്ലുകളും ധനവിനിയോഗ ബില്ലും ഉൾപ്പെടെ 9 ബില്ലുകൾ. നേറ്റിവിറ്റി കാർഡ് ബിൽ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ബില്ല് പാസാക്കാനുണ്ട്. ഇന്നലെ അവതരിപ്പിച്ച ബില്ല് പ്രതിപക്ഷ ബഹളത്തിൽ നിന്ന് ചർച്ച കൂടാതെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. ഇന്ന് ആ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് 9 ബില്ലുകളും 5 ബില്ലുകൾ തിരിച്ചുവരും. അതുൾപ്പെടെയുള്ള 9 ബില്ലുകളാണെന്ന് പാസാക്കേണ്ടത്. ഏതായാലും സഭ പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ ഗിലിറ്റ് ചെയ്യാനാണ് സർക്കാരിന്റെ ആലോചന. അല്പസമയത്തിനകം തുടർ നടപടികളിലേക്ക് കടന്ന സഭ ചോദ്യോത്തരവേള റദ്ദു ചെയ്തിരിക്കുന്നു. 0 അവറും സ്വാഭാവികമായും ഇനി മറ്റ് റിപ്പോർട്ട് സമർപ്പണങ്ങളും ബില്ലിന്റെ സമർപ്പണവും ഒക്കെയാണ് നടക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ സഭാ നടപടികൾ പൂർണ്ണമായും അവസാനിക്കാനാണ് സാധ്യത. അതായത് 15ാം കേരള നിയമസഭ അവസാന സമ്മേളനത്തിന്റെ അവസാന മണിക്കൂറുകളിലൂടെ കടന്നുപോകുന്നു. ഇനി നേരിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുകയാണ് ഭരണ പ്രതിപക്ഷ മുന്നണികൾ. സഭാ സമ്മേളനം അല്പസമയത്തിനകം അവസാനിക്കും. അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുകയാണ്. സഭ പിരിച്ചു വിടുകയാണ്. ഇനി MLA-മാർ സ്വാഭാവികമായും അവരുടെ മണ്ഡലങ്ങളിലേക്ക് പോകും. നേതാക്കൾ അവരുടെ ജില്ലകളിലേക്ക് പോകും. അവിടങ്ങളിലാകും ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണം. ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. സഭയ്ക്കുള്ളിൽ ഈ ബജറ്റ് സമ്മേളനം ഏതാണ്ട് പൂർണ്ണമായും
അതിന് തൊട്ടുമുമ്പുള്ള സമ്മേളനവും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുങ്ങിയ സഭാ സമ്മേളനങ്ങളാണ് കടന്നുപോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി മാറുമെന്ന് ഉറപ്പിക്കാം. അതിലൂടെ ഇപ്പോൾ സഭാ നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്പീക്കറും അദ്ദേഹത്തിന്റെ ഓഫീസും. നിയമസഭാ സെക്രട്ടേറിയറ്റും റിപ്പോർട്ട് സമർപ്പണം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു. ഇതിന്റെ 9 ബില്ലുകൾ പാസാക്കിയെടുക്കേണ്ടതുണ്ട്. നേറ്റിവിറ്റി കാർഡ് ബില്ലടക്കം സംസ്ഥാനത്തെ പൌരന്മാർക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് നൽകുന്ന നേറ്റിവിറ്റി കാർഡ് ബില്ലടക്കം അതിന് നിയമപരമായി നിലനിൽക്കില്ല എന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. കേന്ദ്രമാണ് അത്തരത്തിൽ ഐഡന്റിറ്റി കാർഡുകൾ നൽകേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകാൻ സംസ്ഥാനത്തിന് അധികാരമില്ല. എന്നാൽ സംസ്ഥാനത്തിന്റെ പൌരന്മാരെ പൌരത്വ നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവന്ന് പൌരന്മാരില്ലാതാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഉറപ്പ് നൽകുകയാണ്, അവരെ ചേർത്ത് നിർത്തുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു രാഷ്ട്രീയം കൂടി പറയുകയാണ് നേറ്റിവിറ്റി കാർഡുകളിലൂടെ സർക്കാർ. ആ ബില്ലാണ് ഇന്ന് പാസ്സാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ബില്ല്. അതിനു മുമ്പ് ഇപ്പോൾ മറ്റൊരു നടപടിക്രമങ്ങളിലേക്ക് സഭ കടക്കുകയാണ്. എം മുരളി, മാവേലിക്കര മുൻ MLA എം മുരളിക്ക് ചരമോപചാരം അർപ്പിക്കുകയാണ് നിയമസഭ. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് അടക്കം റിപ്പോർട്ട് സമർപ്പണം അടക്കമുള്ള 0 ഓവർ നടപടികളിലേക്ക് കടന്ന് അധികം വൈകാതെ കേരള നിയമസഭ 15ാം കേരള നിയമസഭ അനിശ്ചിതമായി പിരിയാൻ പോവുകയാണ്. ഹരി, അത് തന്നെയാണ് 15ാം കേരള നിയമസഭയുടെ അവസാന ദിവസം തന്നെയാണ് ഇന്ന്. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ സഭാ നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഘട്ടത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. 9 ബില്ലുകളാണ് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് പാസ്സാക്കേണ്ടിയിരിക്കുന്നത്. ആ നടപടികളിലേക്കും കടക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ പ്രതിഷേധം തുടരുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.